ഇന്നത്തെ കഥ രക്ഷപ്പെടുത്തുന്ന അറിവ്. പണ്ട് പണ്ട് ഒരിടത്ത് രാമശാസ്ത്രി എന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. തർക്കത്തിലും വാദത്തിലും മിടുക്കൻ. ഗ്രാമത്തിലെ എല്ലാവരും അയാളെ ബഹുമാനിച്ചു. രാമശാസ്ത്രിക്ക് അതോർത്ത് വലിയ അഹങ്കാരവും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു നദി കടന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോകേണ്ട ഒരാവശ്യം ശാസ്ത്രിക്കുണ്ടായി. ശാസ്ത്രി കടത്തുകാരനെ വിളിച്ചു. ശാസ്ത്രി ഒരു യാത്രക്കാരൻ മാത്രമേ വഞ്ചിയിൽ ഉണ്ടായിരുന്നുള്ളൂ. വഞ്ചിയിലിരുന്ന് ശാസ്ത്രി ആത്മപ്രശംസ നടത്തി. ഹേ വഞ്ചിക്കാരാ, മനുഷ്യ ജന്മം തന്നെ ആവോളം പാണ്ഡിത്യം നേടാനുള്ളതാണ്. ആട്ടെ, നിങ്ങൾ ഏതൊക്കെ ശാസ്ത്രങ്ങൾ വശമാക്കിയിട്ടുണ്ട്? ശാസ്ത്രി ചോദിച്ചു. തനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് വഞ്ചിക്കാരൻ വിനീതനായി അറിയിച്ചു. ഭഗവത്ഗീതയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ശാസ്ത്രികൾ ചോദിച്ചു. ഇല്ല, വഞ്ചിക്കാരൻ പറഞ്ഞു. കഷ്ടം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഇനി ബാക്കിയുള്ള കാലമെങ്കിലും വല്ലതും പഠിക്കുക, ശാസ്ത്രി ഉപദേശിച്ചു. അപ്പോൾ വലിയ ഒരു കാറ്റും മഴയും വന്ന് വഞ്ചി മറിയുമെന്ന സ്ഥിതിയായി. വഞ്ചിക്കാരൻ പറഞ്ഞു, ശാസ്ത്രികളെ, വഞ്ചി മറിയും, അങ്ങേക്ക് നീന്തൽ അറിയുമോ? ശാസ്ത്രി അത് കേട്ടപ്പോൾ പേടിച്ചു പോയി. അയ്യോ ഇല്ല, എന്നെ നിങ്ങൾ തന്നെ രക്ഷിക്കണം. വഞ്ചിക്കാരൻ പറഞ്ഞു, അത് സാധിക്കില്ല. നീന്താനുള്ള നിങ്ങളുടെ അറിവേ നിങ്ങളെ രക്ഷിക്കൂ. ഞാൻ പുരാണങ്ങളോ ശാസ്ത്രങ്ങളോ പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് നീന്താൻ അറിയാം. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവൻ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതം പാഴായല്ലോ, കഷ്ടം. വഞ്ചിക്കാരൻ അതും പറഞ്ഞ് രക്ഷപ്പെട്ടു. പണ്ഡിതനോ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി.